Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഒരു പോസ്റ്ററിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു, ഓണം പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അത് PSCCയിലാണ് ചെയ്തത്. സോ ഗൈസ്, അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞാൽ നമ്മൾ Alightmotionലാണ് ചെയ്യാറ്. അപ്പോൾ ആ ഒരു പോസ്റ്റർ സെയിം പോസ്റ്റർ Alightmotionൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. സോ ഗൈസ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഞാനിപ്പോൾ ഇവിടെ Alightmotion ഓപ്പൺ ചെയ്യുകയാണ്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് 4:5 റേഷ്യോയിൽ ഒരു പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക, ഒരു ക്രിയേറ്റ് ചെയ്യുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ വന്ന ശേഷം നമ്മൾ നേരത്തെ ആഡ് ചെയ്ത പോലത്തുള്ള 2-3 ഇമേജസ് ഇതേപോലെ ആഡ് ചെയ്യുക. ഇതിൽ പറഞ്ഞാൽ ഇതേപോലെ കറക്റ്റായി മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റെപ്സ് കുറച്ച് സ്പീഡാക്കുന്നുണ്ട്, കാരണം ഓൾറെഡി നിങ്ങൾക്ക് Alightmotion യൂസ് ചെയ്ത് അറിയായിരിക്കും. ഇതേപോലെ ജസ്റ്റ് മൂവ് ചെയ്ത് കൊടുക്കുക. ദെൻ അഗെയിൻ നമ്മൾ നേരത്തെ സെൻറ്ററിൽ വെച്ച ആ ഒരു ഫോട്ടോ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് ബേസിക്കായിട്ട് ചെയ്യേണ്ടത്. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ വന്നിട്ട് നമ്മൾ ഇന്നലെ തന്ന ആ ഒരു പേപ്പറിൻ്റെ ആ ഒരു സംഭവം ആഡ് ചെയ്യുക. ദെൻ നമ്മൾ ആ ഒരു ലെയർ ക്ലിക്ക് ചെയ്യുക, എഫക്ട്സിൽ ആഡ് എഫക്ട്സിൽ ക്രോമാക്കി സെലക്ട് ചെയ്യുക. ഇവിടെ കളർ എന്നുള്ളത് ബ്ലാക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു വൈറ്റ് പോർഷൻ മാത്രമായിട്ട് കിട്ടും. ദെൻ നമ്മൾ എന്ത് വെച്ചാൽ ഇതേപോലെ കറക്റ്റായിട്ട് സൂം ചെയ്ത് കൊടുക്കുക, കുറച്ച് സൂം ചെയ്തിട്ട് ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്യുക. അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു സെൻറ്ററിലുള്ള ഫോട്ടോയും നമ്മൾ ആ ഒരു പേപ്പറും കൂടെ ജസ്റ്റ് ഇതേപോലെ സെലക്ട് ചെയ്ത ശേഷം രണ്ടാമത്തെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കൊടുത്താൽ നമുക്ക് ഇതേപോലെ കിട്ടും. ദെൻ നമ്മളിത് സൂം ചെയ്ത് ബ്ലാക്ക് പോർഷനിൽ വരുന്നെങ്കിൽ ഇതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്താൽ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ സെറ്റായി കിട്ടും. ഇനി നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ഓൾ ലേയേഴ്സ് കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് ഗ്രൂപ്പ് ചെയ്താൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റായി. ഇനി നമുക്ക് ഇതിലേക്ക് ഇന്നലെ കൊടുത്ത ഒരു യെല്ലോ ലൈറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ സ്ട്രെച്ച് ടു സ്ക്രീൻ കൊടുക്കുക. അത് നമ്മൾ ഇതേപോലെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് ഇതേപോലെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. അതിൽ കോൺട്രാസ്റ്റിൽ സോഫ്റ്റ് ഓവർലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടും. സോ ഈ ഒരു എഫക്റ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് 100% തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ വന്ന ശേഷം നമ്മൾ ആ ഒരു മാവേലിയുടെ PNG ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ മാവേലിയുടെ PNGയുടെ ബാക്കിൽ നമ്മളൊരു ഗ്ലോ എഫക്റ്റ് കൊടുത്തായിരുന്നു. അത് നിങ്ങൾക്ക് ഏതൊരു രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം വെച്ചാൽ ഇതേപോലെ ഒരു സർക്കിൾ ആഡ് ചെയ്യുക, യെല്ലോ കളർ ആയി കൊടുക്കുക. ആ ഒരു യെല്ലോ കളറിൽ എഫക്ട്സിൽ ആഡ് എഫക്ട്സിൽ ഗോഷ്യൻ ബ്ലർ ആഡ് ആയിട്ട് ഗോഷ്യൻ ബ്ലറിൻ്റെ വാല്യൂ ഇതേപോലെ കുറച്ച് ചെയ്ത് കൊടുത്താൽ ഈ ഒരു രീതിക്കുള്ള ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ചെറിയൊരു ഗ്ലോ എഫക്റ്റാണത്. അത് നമ്മൾ ലൈറ്റനിൽ ഇതേപോലെ കൊടുത്താൽ ഈ ഒരു രീതിക്കുള്ള ഗ്ലോ എഫക്റ്റും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഇതേപോലെ കുറച്ച് വലുതാക്കിയാൽ നമുക്ക് ഈ ഒരു രീതിക്കൊക്കെ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യുക. എല്ലാന്നുണ്ടെങ്കിൽ നമ്മളെപ്പം പോസ്റ്റർ ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ ഈ ഒരു മാവേലിയുടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയറിൽ നമ്മൾ ആഡ് എഫക്ട്സിൽ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ള ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്തിട്ട് ബ്ലാക്ക് കളർ ആയി കൊടുക്കുക, അതായത് -100 ആക്കുക. ദെൻ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ ആഡ് എഫക്ട്സ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ റീപ്ലേസ് കളർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് നമ്മൾ താഴെ വന്ന റീപ്ലേസ് കളർ എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ട്, അത് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഫസ്റ്റത്തെ കളർ ബ്ലാക്ക് ആക്കുക, രണ്ടാമത്തെ കളർ നമ്മൾ യെല്ലോ ആണെങ്കിൽ യെല്ലോ, ഏതൊരു കളർ തീമിലാണോ ചെയ്യുന്നത് ആ ഒരു കളർ ആക്കുക. സോ ഇത്രയും ചെയ്ത ശേഷം നമ്മൾ ബാക്ക് വരെ അഗെയിൻ ആഡ് എഫക്ട്സിൽ ഗോഷ്യൻ ബ്ലർ എന്നുള്ള എഫക്റ്റ് ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഫുള്ളാക്കി കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഇതേപോലെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ ലൈറ്റൻലി ലീനിയർ ഡോട്ട് കൊടുത്താൽ നമുക്ക് ഇതേപോലെ ഒരു ഗ്ലോ എഫക്റ്റ് കിട്ടും. സോ അതിൻ്റെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഞാൻ ഈ ഒരു രീതിക്കാണ് ഇപ്പോൾ ഇൻറ്റൻസിറ്റി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. സോ ഇന്നലെ പറഞ്ഞ സെയിം ഫോണ്ടാണ് ബട്ടർഷൈ എന്നുള്ളത്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ആ ഒരു H എന്നുള്ള ലെറ്റർ ആഡ് ചെയ്യുക. ദെൻ നമ്മൾ ഇതേപോലെ ബട്ടർഷൈ എന്നുള്ള ആ ഒരു ടെക്സ്റ്റും ആഡ് ചെയ്യുക. സോ അതിന് നമ്മൾ ഇന്നലെ യെല്ലോ കളറാണ് കൊടുത്തത്. സോ യെല്ലോ കളർ കൊടുക്കുക. ദെൻ നമ്മൾ ഇതേപോലെ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, സോ അതിന് മുമ്പ് നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അത് ഇതേപോലെ സ്ട്രെച്ച് ടു സ്ക്രീൻ കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതേപോലെ ഗ്രേഡിയൻ്റ് ഓപ്ഷനിൽ വരിക, ഈ ഒരു ഗ്രേഡിയൻ്റ് കൊടുക്കുക. ഓക്കെ, അതായത് നമ്മൾ ആ താഴെ ഇന്നലെ കൊടുത്ത ഒരു ബ്ലാക്കിഷ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് ഈ ഒരു ടോഗിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ഇതേപോലെ ഒരു ചെറിയൊരു ഷെയ്ഡ് വരുന്ന രീതിക്ക് ഒരു ബ്ലാക്ക് കൊടുത്ത ശേഷം നമ്മൾ മുകളിലുള്ള ആ ഒരു വൈറ്റ് ലെയർ സെലക്ട് ചെയ്യുക. ദെൻ ഇതേപോലെ ട്രാൻസ്പാരൻ്റ് ആയി കൊടുത്താൽ നമുക്ക് ആ ഒരു ബ്ലാക്കിഷ് കളർ കിട്ടും. സോ അത് നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൻ്റെ താഴെയായിട്ട് സെറ്റ് ചെയ്യുക. നമ്മൾ ടെക്സ്റ്റ് സെറ്റ് ചെയ്യുക. ടെക്സ്റ്റ് ഇതേപോലെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇതേപോലെ സൂം ചെയ്ത് കൊടുക്കുകയാണ്. സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊരു പൊസിഷനിലാണോ വേണ്ടത് ആ ഒരു പൊസിഷനിലേക്ക് ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്യുക. ദെൻ ആ ഒരു ടെക്സ്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ സെലക്ട് ചെയ്ത് എഡിറ്റ് ടെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ബാക്കി ഹാപ്പി എന്നുള്ളതിൻ്റെ HAPPY ബാക്കി ടെക്സ്റ്റ് സെറ്റ് ചെയ്യുക. അതിൻ്റെ കളർ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, വൈറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, ഇതേപോലെ വൈറ്റ് ആക്കി കൊടുക്കുക. ദെൻ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. ദെൻ ഈ ഒരു മൂവ് ടൂളിൽ വരിക, ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് മൂവ് ടൂളിൽ വന്നിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ആ ഒരു 2 ലെയർ ഇതേപോലെ ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹാപ്പി എന്നുള്ള ടെക്സ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓണം സെറ്റ് ചെയ്യണം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റ് ആഡ് ചെയ്യുക.
സെയിം ഫോണ്ടിൽ നമ്മൾ ഓ എന്നുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ഓക്കെ, ക്യാപിറ്റൽ ഓ തന്നെ സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ അതിൻ്റെ കളറും വന്ന് നമ്മൾ എന്ത് ചെയ്യുക, യെല്ലോ ആയി കൊടുക്കുക. നിങ്ങൾ യെല്ലോ തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾ ഏതൊരു കളർ തീമിലാണോ ചെയ്യുന്നത് ആ ഒരു കളർ. ദെൻ ടിക്ക് ഓപ്ഷൻ കൊടുക്കുകയാണ്. ദെൻ നമ്മൾ ഇതേപോലെ സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് എത്ര സൂമാണോ വേണ്ടത് ആ ഒരു രീതിക്ക് സൂം കൊടുത്ത ശേഷം എച്ചിന് കറക്റ്റ് താഴെയായിട്ട് ആ ഒരു വാല്യൂ മീൻസ് ആ ഒരു ലെറ്റർ ഇതേപോലെ കൊണ്ടുവെക്കുക. ദെൻ നമ്മൾ അഗെയിൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. നമ്മൾ ഇതേപോലെ എഡിറ്റ് ടെക്സ്റ്റിൽ വരാം, ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. എഡിറ്റ് ടെക്സ്റ്റിൽ വന്നിട്ട് ഓണം എന്നുള്ളതിൻ്റെ ബാക്കി സ്പെല്ലിങ് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കളറൊന്നും നമ്മൾ എന്ത് ചെയ്യുക, വൈറ്റ് ആക്കി കൊടുക്കുക. ദെൻ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. സോ ഇത് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പറയുന്നത്, എനിക്കറിയാം, കാരണം ഇത് ഓൾറെഡി സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റിൽ പറയുന്നത്. സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞതായിരിക്കും. സോ നമ്മൾ ടെക്സ്റ്റും റെഡി ആയിട്ടുണ്ട്. ദെൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു 2 ടെക്സ്റ്റും സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് കൊടുക്കുക. ദെൻ നമ്മൾ 2 ടെക്സ്റ്റും, അതായത് നമ്മൾ 2 ടെക്സ്റ്റും ഗ്രൂപ്പ് ചെയ്ത 2 ലെയർ സെലക്ട് ചെയ്തിട്ട് അതും ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ഗ്രൂപ്പ് ചെയ്ത ലെയർ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, താഴെ ലെയർ സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ആഡ് എഫക്ട്സിൽ ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു ഗ്ലോ എഫക്റ്റ് ഇതേപോലെ കിട്ടും. സോ ആ ഒരു ഗ്ലോ എഫക്റ്റ് വാല്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെറിയൊരു ഗ്ലോ എഫക്റ്റ് കൊടുക്കുക. ദെൻ മുകളിലുള്ള ലെയർ സെലക്ട് ചെയ്ത് ബോർഡർ ആൻഡ് ഷാഡോയിൽ വന്നിട്ട് ഷാഡോ എനേബിൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് കുറച്ച് ആ ഒരു ടെക്സ്റ്റ് ഇതേപോലെ ഹൈലൈറ്റ് ആയിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. ദെൻ നമ്മൾ ഇന്നലെ ഒരു ഓവർലേ ആഡ് ചെയ്തായിരുന്നു. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയയിൽ വന്ന ശേഷം ഇന്നലെ ഞാൻ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഓവർലേ അല്ല, സോറി മാറിപ്പോയി. ഈ ഒരു ഓവർലേ വേണമെങ്കിൽ ഈ ഒരു ഓവർലേ ആഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓവർലേ ഉണ്ട്. എല്ലാ ഓവർലേയും ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. സോ സ്ട്രെച്ച് ടു സ്ക്രീൻ അല്ലെങ്കിൽ ഫിൽ സ്ക്രീൻ കൊടുത്ത ശേഷം നമ്മൾ ഇതേപോലെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ ലൈറ്റ് ആൻഡ് സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് ആ ഒരു ലെയർ, ആ ഒരു ഓവർലേസും കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. ദെൻ അതേപോലെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് ഈ ഒരു ഓവർലേയുടെ തിക്നെസ് വേണം, നിങ്ങൾക്ക് കുറച്ച് ഒപ്പാസിറ്റി വേണം, കുറച്ച് കുറക്കാം. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇന്നലെ ചെയ്ത സെയിം സാധനം നമ്മൾ അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ദെൻ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കറണ്ട് ആ ഒരു PNG ആയിട്ട് ഇതേപോലെ എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ദെൻ ടിക്ക് ഓപ്ഷൻ കൊടുക്കുകയാണ്. സോ ഇതാണ് ഞാനിപ്പോൾ CC കൊടുത്തിട്ടുള്ള ഇപ്പോൾ ചെയ്ത ആ ഒരു ട്യൂട്ടോറിയലിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ ഒരു ഇത്. ദെൻ ഇന്നലെ നമ്മൾ ചെയ്തത് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ് നമ്മൾ ഇന്നലെ ചെയ്തത്. അത് ആ ഓവർലൈസിൻ്റെയും കാര്യത്തിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഈ ഒരു ഓവർലൈസും കാര്യങ്ങളും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് ആഡ് ചെയ്തത്, കണ്ടില്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരുപോലുള്ളൊരു സംഭവം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.